എവ്രിവൺ. ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ റൂട്ടീൻ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു 5:15 പിന്നെ ചില ദിവസം 5:30 എണീക്കും. അതിപ്പം മിന്നുവിന് ഉണ്ടാക്കി കൊടുക്കുന്ന ലഞ്ച് പോലെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓൾറെഡി രാവിലെ എണീറ്റ് ചോറും കൂട്ടാനും തോരനാക്കിയില്ല. അവൾക്ക് ബ്രോക്കലി സ്റ്റീം ചെയ്ത് അതിൽ ബട്ടറിലൊന്ന് സോട്ടേ ചെയ്ത് അങ്ങനെ മതിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ചോറും കൂട്ടാനും പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തു തുടങ്ങിയത്. അപ്പോൾ മോളൊരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളിലേക്ക് പോകും. അതിനുശേഷം ഞാൻ ആദ്യം തന്നെ ചായ വെക്കും. ഞാനും അച്ഛനും ചായ കുടിക്കും. ഏട്ടനുള്ളത് ഫ്ലാസ്കിലാക്കും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇഡ്ഡലി ഇട്ടിട്ടുണ്ടായിരുന്നു, അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എണീറ്റ് ലഞ്ച് പരിപാടി തീരും എൻ്റെ. അതേപോലെ മിന്നുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, അവളുടെ സ്നാക്സ്, അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനത് എടുത്തിട്ടില്ല. വേണമെങ്കിൽ വീണ്ടും ഞാനൊരു ഡീറ്റെയിൽഡ് മോർണിംഗ് റൂട്ടീനൊക്കെ ഇടാം, ഇൻ കേസ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ. ഓക്കെ. ഇതിപ്പോൾ ഞാൻ എനിക്കും ഏട്ടനുമുള്ള ഇഡ്ഡലി ഫ്രൈ ആണ് കേട്ടോ ആക്കുന്നത്. അച്ഛൻ ഓൾറെഡി കഴിച്ചു. ഞാൻ 2 ഇതായിട്ടാണ് ആക്കുന്നത്. അച്ഛൻ ഇച്ചിരി കൂടെ സ്പൈസി ആയിട്ടാണ് ഇഷ്ടം, ഏട്ടന് അത്ര സ്പൈസി വേണ്ട. അപ്പോൾ ആദ്യം തന്നെ ഇഡ്ഡലി ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുറിച്ച്, എന്നിട്ട് ഞാൻ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. എണ്ണയിൽ ഇച്ചിരി കടുകും ഉഴുന്നുപരിപ്പൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് കരിവേപ്പില ഇടും. എന്നിട്ട് ലോ ഹീറ്റിൽ ഞാൻ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടും. എന്നിട്ട് അതിലേക്ക് ഇഡ്ഡലി മുറിച്ചത് ചേർക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിന് മേലെ ഞാൻ നമ്മുടെ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ചട്നിപ്പൊടിയില്ലേ, അതാണ് ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം ഹൈയിൽ വെച്ചൊന്നത് ഇതായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഓഫാക്കും. അത്ര തന്നെ. പെട്ടെന്നാക്കാൻ പറ്റും. മടിയുള്ള ദിവസമൊക്കെ ഇതാക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോപ്പർ ലോങ് വീഡിയോ മോർണിംഗ് റൂട്ടീൻ്റെ, അതായത് റൂട്ടീൻ വീഡിയോ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഞാൻ ഓരോ തവണ പ്രോപ്പറായി ഇമ്പ്രൂവായി വരാം. പിന്നെ എൻ്റെ എന്താ പറയുക, എല്ലാ ദിവസവും ഇതേപോലെ സെയിം ആയിരിക്കില്ല കേട്ടോ. അതായത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരെ ഏറെക്കുറെ സെയിം തന്നെയാണ്. മിന്നു പോയി കഴിഞ്ഞാൽ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അത് കഴിച്ച് കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ ഓരോ ദിവസം മാറും. അതായത് ഇന്നിപ്പം ഞാൻ തുണി കഴുകുന്നതും എടുത്ത് മടക്കി വയ്ക്കുന്നതും അങ്ങനത്തെ ഓരോ പരിപാടിയിലാണെങ്കിൽ നാളെ അടിച്ചൊരി തുടക്കുമായിരിക്കും. അങ്ങനെ അത് ഞാൻ മാറി മാറി ഓരോ ദിവസം ഓരോന്ന് ചെയ്ത് കവർ ചെയ്യും. ചില ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യും യൂട്യൂബിന് വേണ്ടിയിട്ട്. എഡിറ്റിംഗ് അധികവും ഞാൻ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇരുന്ന് എഡിറ്റ് ചെയ്യാറ്. അധികവും ആ ഒരു സമയം രാവിലത്തെ പണിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ടാണ് ഇരിക്കാറ്. ഇനിയിപ്പോൾ അത് രാവിലെ ചെയ്താൽ ഇനിയിപ്പോൾ എഡിറ്റിങ്ങും ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ എഡിറ്റിംഗ് മാത്രമാണ്. രാവിലെ എഡിറ്റിംഗ് ചെയ്ത് തീർക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഡസ്റ്റിങ്ങും അങ്ങനത്തെ ഓരോ ക്ലീനിങ് വേറെ ഒരു പരിപാടിയുള്ളത് ചെയ്ത് തീർക്കുക. മിന്നു ഒരു 4 മണിയാകുമ്പോഴത്തേക്കും എത്തും. അവൾ 3:45 4 മണി ആ സമയം വരെ ഓരോന്നും ക്ലീനിങ്ങും പരിപാടികളും ചെയ്യും. പക്ഷേ ഞാൻ പ്രയോറിറ്റൈസ് ഇപ്പോൾ ചെയ്യണത് യൂട്യൂബിന് വീഡിയോയ്ക്കും എഡിറ്റിങ്ങിനൊക്കെയാണ്. അല്ലെങ്കിൽ അത് വൈകുന്നേരം ശേഷം വെച്ച് കഴിഞ്ഞാൽ അത് നടക്കലില്ല, അത് പിന്നെ മുടങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡേ തന്നെ ചെയ്ത് തീർക്കാൻ നോക്കും ഞാൻ. ആക്ച്വലി നല്ല ലൈറ്റാണ്, നല്ല വെളിച്ചമാണ് റൂമിൽ. പക്ഷേ നമ്മുടെ TV വെച്ചിരിക്കുന്നത് ഈ വിൻഡോൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് കേർട്ടൻ തുറന്നിട്ട് കഴിഞ്ഞാൽ TV ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല. എൻ്റെ ഇഡ്ഡലി ഫ്രൈയും കൊണ്ട് വന്നിരുന്നു. ഇനി ഇച്ചിരി നേരം ഒന്ന് TV കാണും, ഒന്ന് റിലാക്സ് ആവും, എന്നിട്ട് പിന്നെ അടുത്ത പണിയിലേക്ക് പോകും. ഇതിപ്പം പുറത്ത് എൻ്റെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നത് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്തു. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു, പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്.
ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ലോഡ് തുണിയും വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ആ പരിപാടി രാവിലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം വെയിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങി കിട്ടും തുണികളൊക്കെ. പിന്നെ അടുപ്പിച്ച് മഴയാകുമ്പോൾ തുണികൾ ഉണങ്ങൂല്ല. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം തന്നെ തീർക്കും ഞാൻ. ചെറിയ ചെറിയ പൊടിയും ഇതൊക്കെ കാണുന്ന കിച്ചണിൽ ഞാൻ അപ്പോൾ തന്നെ അങ്ങ് തുടച്ച് പോകും. ചെറുതായിട്ട് നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അങ്ങ് തുടച്ചെടുക്കും. പിന്നെ ഇന്ന് ചിമ്മിൻ്റെ ഫിൽറ്ററും എനിക്ക് കഴുകണമായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതായി വരുന്ന സമയം കൊണ്ട് ഞാൻ മേലെ വന്ന് തുണി ഉണങ്ങാനായിട്ടിടാം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണിത്, തുണി മടക്കി വയ്ക്കൽ. ചിലപ്പോൾ ഒക്കെ ഞാൻ താഴെ കൊണ്ടുപോയി സോഫയിൽ വെച്ചിട്ടിരുന്ന് മടക്കും. അപ്പോൾ ടി വിയും കണ്ടുകൊണ്ട് മടക്കാമല്ലോ. പക്ഷേ അധികവും ഇവിടെ മേലെ തന്നെ അങ്ങ് മടക്കും. അപ്പോൾ പെട്ടെന്ന് ആ പണി അങ്ങ് തീർന്നുല്ലോ. ഇപ്പം 3-4 ദിവസം മടക്കിയില്ലെങ്കിലും മടി പിടിച്ചിരുന്നാൽ നല്ലോണം കുന്നുപോലെയാവും. അതുകൊണ്ട് ഇപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഓൾട്ടർനേറ്റ് ഡേയ്സെങ്കിലും എല്ലാം മടക്കി വെച്ച് കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ അത് ഇഷ്ടമല്ലെങ്കിലും അതങ്ങ് ചെയ്തങ്ങ് തീർക്കും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ മടക്കി ഞാൻ അതിന് ശേഷം ഫിൽറ്റർ കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ക്ലീനാക്കി. എന്നിട്ട് പിന്നെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി, ഒന്ന് മേലഴുകി ഫ്രഷായി. ഞാൻ ഇനിയിപ്പോൾ ഇച്ചിരി നേരം ഞാനിരുന്നിട്ട് എഡിറ്റിംഗ് ചെയ്യും. ഞാൻ എഡിറ്റിങ് ഒരു 90% ഫോണിലാണ് ചെയ്യുക. പിന്നെ ചില കാര്യങ്ങൾ മാത്രം ലാപ്ടോപ്പിൽ കയറി ചെയ്യാറുള്ളൂ. ഞാൻ എപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എഡിറ്റിംഗ് ചെയ്തിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. 1:15 പിന്നെ ഞാൻ പെട്ടെന്ന് വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മസാല തേച്ച് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഏടത്തി ചെയ്ത് തന്ന് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്. അതേ പിന്നെ എനിക്കിത് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ വഴുതനങ്ങ കഴിക്കാറില്ല അധികം. അപ്പോൾ ഇന്നത്തെ ഈ മോർണിംഗ് റുട്ടീൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ത്രൂ കമൻറ്റ്സ്. പിന്നെ എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യൂ. ഇറ്റ് മീൻസ് എ ലോട്ട്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.